കടുക് വറുക്കുന്നതിനൊരു ട്രിക്കി മെത്തേഡാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇപ്പം നമ്മൾ കടുക് വറുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒനിയനും മസ്റ്റാർഡും ഒക്കെ ഇട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് ഇങ്ങനെ റെഡിയാക്കി വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ പരിപ്പും എന്താ പറയുക കായം വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ എന്താ ചെയ്യാൻ പോകണേന്ന് വെച്ച് കഴിഞ്ഞാൽ പതുക്കെ ഇതിൻ്റെ അകത്തുനിന്ന് കുറച്ചെടുത്തിട്ട് ഇതിൻ്റെ അകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കും. ഓക്കെ, അപ്പം നമ്മുടെ പരിപ്പ് കറി റെഡി ആയിട്ടോ. ഓൾറെഡി വെന്തിരിക്കുമായിരുന്നു. അപ്പോൾ അതിനൊരു കടുക് വറുക്കൽ സംഭവം റെഡി ആയിട്ടോ. പിന്നെ ഇത് ഇന്നത്തെ പരിപാടി. അപ്പോൾ എൻ്റെ പരിപ്പും കായും കറി റെഡി ആയിട്ടോ. ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ക്യാബേജ് മത്തങ്ങയുടെ ഇലയും കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിൻ്റെ അകത്തോട്ടേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഓക്കെ, അപ്പം ഒരു വരിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ പോലത്തെ ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ ഇത്. എപ്പോഴും എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം നമുക്കിനിയിപ്പോൾ ആ കറി ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കിനും വീണ്ടും ചീനിച്ചട്ടിയൊക്കെ ചൂടാക്കി ഇതാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും പരീക്ഷിച്ച് നോക്കണേ.